എന്നിട്ട് ഉപജീവന മാർഗം നടത്തണം. ഇന്നൽ മസ്അലത ലാ തഹില്ലു ഇല്ലാ ലിസലാസ, 3 കാര്യങ്ങൾക്കല്ലാതെ യാചന പറ്റൂലാന്ന് അന്ന് തങ്ങൾ പറഞ്ഞു. 3 വിഷയങ്ങൾക്ക് 3 ആളുകൾക്ക് പറ്റും, അവർ ചോദിച്ചാൽ കൊടുക്കണം. 1 ലിദീ ഫഖിരിൻ മുദ്ഖിൻ, ജീവിതത്തിൽ ജോലി ചെയ്താലും മക്കള് ജോലി ചെയ്താലും വിട്ടുമാറാത്ത രീതിയിലുള്ള ദാരിദ്ര്യം, കുടുങ്ങി ദാരിദ്ര്യം കൊണ്ട് എന്താണെന്നറിയില്ല, അങ്ങനെ ദാരിദ്ര്യം. ആ വീട്ടിൽ 2-3 ആളുകൾക്ക് ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ ആവശ്യങ്ങൾക്കൊന്നും തികയുന്നില്ല. അത്രയും കൊടുക്കലും ബുദ്ധിമുട്ടില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോന്നിങ്ങനെ ആവശ്യങ്ങൾ കൂടിക്കൂടി വന്നിട്ട് ദാരിദ്ര്യം വിട്ടുമാറാത്ത രീതിയിൽ ദരിദ്രനായുള്ള മനുഷ്യന്മാർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുത്തേക്കണം. അല്ലെങ്കിൽ ലൗ മറലിൻ മുഫന്നിദിൻ, വരുമാനമോ വീട് പോലത്തെ വീടോ വിറ്റാലും ചികിത്സക്ക് പണം തികയില്ല, അത്രയും ഗുരുതരമായ രീതിയിൽ ബാധിച്ച രോഗം. മുഫന്നിദ്, അവനെ തിന്നു തീർക്കുന്ന രീതിയിലുള്ള രോഗമാണ്. ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവ് ചോദിക്കുമ്പോൾ 40 ലക്ഷം 50 ലക്ഷമൊക്കെയാ പറയുന്നത്. ചോദിക്കുമ്പോ കൊടുക്കുകയും വേണം. അല്ലെങ്കിലോ ഔ ദൈനിൻ മുഗറമിൻ, 3-ാമത്തെ കാര്യം, വിട്ടുമാറാത്ത രീതിയിൽ പിടികൂടിയിരിക്കുന്ന കടം, ഭാരിച്ച കടബാധ്യതയുണ്ട്. എത്ര അധ്വാനിച്ചാലും അത് വീട്ടാൻ കഴിയും തോന്നില്ല, കുടുക്കിയതാണ് എന്ന് കൂട്ടിക്കോളും. അങ്ങനെ കുടുങ്ങി, ലാഭം ഉദ്ദേശിച്ച് തുടങ്ങിയതാണ്, പക്ഷേ നഷ്ടത്തിലായി പോയി, കടം വന്നു, വല്ലാത്ത കടം. ആയുള്ള കടങ്ങളൊക്കെ ഒന്ന് വീടാൻ വേണ്ടി യാചനക്ക് വരുമ്പോ കൊടുത്തേക്കണം. ഈ 3 കാര്യങ്ങൾക്കും അത് ഹലാലാണെന്ന് തങ്ങൾ പഠിപ്പിച്ചു. വിറക് വെട്ടാൻ